ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വൃത്തവിഭജനവും ത്രികോണ കോണളവുകളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. വൃത്തവിഭജനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. വൃത്തവിഭജനം ഒരു വൃത്തത്തിൻ്റെ, അതായത് ഒരു സർക്കിളിൻ്റെ ആകെ കോണുകളുടെ അളവെന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. വൃത്തം 360 ഡിഗ്രി കോണളവാണ്. ഒരു ബിന്ദുവിന് ചുറ്റും 360 ഡിഗ്രി കോണളവിൽ ക്രമീകരിച്ചിരിക്കുന്ന ബിന്ദുക്കളുടെ ഒരു കൂട്ടമാണല്ലോ വൃത്തം, അല്ലേ? ഇനി ഈ വൃത്തത്തെ നമുക്ക് 4 പാർട്സ് ആക്കുകയാണെങ്കിൽ, 4 ഭാഗങ്ങൾ ആക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കുന്നത്? ഇങ്ങനെ സെൻറ്ററിലൂടെ 2 വ്യാസം വരയ്ക്കും, അല്ലേ? അപ്പോൾ ഒരു കോണളവ് എന്ന് കിട്ടുന്നത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി, അല്ലേ? ഇനി ഈ 4 ഭാഗത്തെയും വീണ്ടും വിഭജിക്കുകയാണെങ്കിൽ നമുക്കതിനെ വൃത്തത്തെ 8 ഭാഗമാക്കി മാറ്റാം. 8 ഭാഗമാക്കി മാറ്റുമ്പോൾ ഇതിലെ ഒരു കോണളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90ൻ്റെ പകുതിയായിട്ടല്ലേ വരുന്നത്. അതായത് 45 ഡിഗ്രി ആയിരിക്കും വരുന്നത്. 45 ഡിഗ്രി. ഇനി ഈ വൃത്തത്തെ 3 ഭാഗമാക്കി നോക്കാം. എങ്ങനെ ചെയ്യാൻ കഴിയാം? വൃത്തത്തിൽ കേന്ദ്രബിന്ദു അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിനെ 3 ഭാഗമാക്കിയിട്ട് മാറ്റുമ്പോൾ ഒരു കോണളവ്, അതായത് വൃത്തകേന്ദ്രത്തിലെ ഓരോ കോണളവ് എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും, അല്ലേ? 120 ഡിഗ്രി ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ 3 ഭാഗിച്ചപ്പോൾ ഒരു കോണളവ് 120 ഡിഗ്രിയാണെന്ന് കണ്ടു. ഇനി ഈ 3ലെ ഓരോ കോണിനെയും നമ്മൾ പകുതിയാക്കുമ്പോൾ ഇതിനെ നമുക്ക് 6 ഭാഗിക്കാൻ കഴിഞ്ഞു, അല്ലേ? 6 ഭാഗമാക്കി. അങ്ങനെയെങ്കിൽ ഓരോ കോണളവും എത്രയായിരിക്കും? നേരത്തെ 120 ഡിഗ്രിയാണ് 3 ഭാഗിച്ചപ്പോൾ, അതിൻ്റെ പകുതി എത്രയാണ്? 60, അല്ലേ? അങ്ങനെ 60 ഡിഗ്രി ആയിരിക്കും എന്ത് 6 ഭാഗമാക്കി മാറ്റുമ്പോൾ ഒരു കോണളവ് വരുന്നത്. എന്നാൽ 10 ഭാഗമാക്കിയാലോ? നമുക്ക് ഈ 360നെ 10 കൊണ്ടൊന്ന് ഹരിച്ച് നോക്കിയാൽ മതി. എത്ര കിട്ടും? 36 ഡിഗ്രി. 360നെ 10 കൊണ്ടൊന്ന് ഹരിച്ച് നോക്കിക്കുക, അല്ലേ? 0 കട്ട് ചെയ്ത് പോയി 36 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ 10 ഭാഗമാക്കിയാൽ 36 ഡിഗ്രി. ഇനി 12 ഭാഗമാക്കണം. എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ 6 ഭാഗമാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇതിലെ ഓരോ ഭാഗത്തെയും വീണ്ടും നമ്മൾ പകുതിയാക്കി മുറിക്കുകയാണ്. അപ്പോൾ എത്രയായി? 60 ഡിഗ്രിയുടെ പകുതിയായിട്ട് മാറും. എത്രയാണ്? 30 ഡിഗ്രി. ഇനി ആ 12 ഭാഗത്തെ വീണ്ടും നമുക്ക് പകുതിയാക്കണം, അതായത് 24 പാർട്സ് കിട്ടും. 24 ഭാഗമാക്കിയാൽ 30 ഡിഗ്രിയുടെ പകുതി, അതായത് 15 ഡിഗ്രി ആയിരിക്കും ഓരോ കോണളവും. അതായത് വൃത്തത്തെ നമ്മൾ എങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കും തോറും എന്താണ് അതിൻ്റെ കോണളവുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? അങ്ങനെ 360 പാർട്സ് ആക്കണേ നമുക്ക് 1 ഡിഗ്രി വരെ എത്തും. അങ്ങനെയുള്ള രീതിയിലാണ് നമുക്ക് ഭാഗിക്കാൻ കഴിയുക. അപ്പോൾ അങ്ങനെ ചെറുതാക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു വൃത്തത്തെ പകുതിയാക്കിയാൽ നമുക്കറിയാം 180 ഡിഗ്രി ആയിരിക്കും പകുതി. 4 ആക്കിയാൽ 90, 8 ആക്കിയാൽ 45, 3 ആണെങ്കിൽ 120, 6 ഭാഗമാണെങ്കിൽ 60 ഡിഗ്രി, 10 ഭാഗമാണെങ്കിൽ 36, 12 ആണെങ്കിൽ 30, 24 ആണെങ്കിൽ 15 ഡിഗ്രി. അങ്ങനെ ഭാഗമാക്കും തോറും കോണളവ് കുറഞ്ഞു